നമസ്കാരം. PV അൻവർ MLA പുതിയ പാർട്ടി യാഥാർത്ഥ്യമാവുകയാണ്. DMK, അതായത് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നാണ് അൻവറിൻ്റെ പാർട്ടിയുടെ പേര്. പുതിയ പാർട്ടി ജനങ്ങളുടേതാണെന്നും മതേതര പോരാട്ടത്തിനാണ് താൻ ഒരുങ്ങുന്നതെന്നും അൻവർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഞായറാഴ്ച വൈകിട്ട് മലപ്പുറം മഞ്ചേരിയിൽ നടക്കുന്ന യോഗത്തിൽ പാർട്ടി പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. അൻവർ DMKയിലേക്കാണെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ചെന്നൈയിൽ DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ DMKയിൽ ചേരുന്നതിനെക്കുറിച്ച് അൻവർ ഔദ്യോഗികമായി ഇതുവരെ പറഞ്ഞിട്ടില്ല. തമിഴ്നാട്ടിലെ DMKയുടെ സഖ്യകക്ഷിയായി അൻവറിൻ്റെ പുതിയ പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുമെന്നുമാണ് ഒടുവിലത്തെ വിവരം. CPM-ഉമായിട്ട് ഇടഞ്ഞതിനെ തുടർന്നാണ് അൻവർ പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നത്. വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും മതേതരത്വത്തിൽ ഊന്നി ദളിത് പിന്നോക്കക്കാരെയും കൂടി ചേർത്തുള്ളതായിരിക്കും പുതിയ പാർട്ടി എന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമോ അതോ DMKയിൽ ചേരുമോ എന്ന കാര്യം ഇന്നറിയാം. പുതിയ പാർട്ടി ആണെങ്കിൽ പേര് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നായിരിക്കും. DMK നേതാക്കളെ കണ്ട സാഹചര്യത്തിൽ അൻവറിൻ്റെ യോഗത്തിൽ DMK പ്രതിനിധികൾ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിലവിലെ രാഷ്ട്രീയ സംവിധാനങ്ങളിൽ കാതലായ മാറ്റം വരണം, എല്ലാ രംഗത്തും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം, ജനങ്ങൾക്ക് വേണ്ടിയാവണം ഭരണവും നിയമങ്ങളും. അത്തരം ഒരു രാഷ്ട്രീയമാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അൻവർ DMK നേതാക്കളെ കണ്ടത്. ചെന്നൈയിലായിരുന്നു കൂടിക്കാഴ്ച. സെന്തിൽ ബാലാജി അടക്കമുള്ള നേതാക്കളുമായുള്ള ചിത്രങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. പുതിയ പാർട്ടി രൂപീകരിച്ച് DMKയുമായി സഹകരിച്ച് ഇന്ത്യ മുന്നണിയാണ് ലക്ഷ്യമെന്ന സൂചനയും നൽകുന്നുണ്ട്. ആഭ്യന്തര വകുപ്പുമായി കൊമ്പ് കോർത്തതോടെയാണ് അൻവർ CPM-ഉമായി അകന്നത്. സർക്കാരിനെയും പാർട്ടിയെയും ഒരുമിച്ച് ലക്ഷ്യമിട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള ഗുരുതരം ആരോപണങ്ങൾ ഉയർത്തിയതോടെ നിലമ്പൂരിലെ സ്വതന്ത്ര MLA ഉൾക്കൊള്ളാൻ CPM-ന് കഴിയാതായി. അച്ചടക്കം ലംഘിക്കരുതെന്ന CPM നിർദ്ദേശം അൻവർ തള്ളിയതോടെയാണ് CPM അൻവറിനെ കൈയൊഴിയുന്നത്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന പ്രസ്താവന നടത്തിയതിനാൽ UDF-ലേക്കുള്ള വാതിലും അൻവറിന് മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെടുകയായിരുന്നു. ഇതോടെയാണ് അൻവർ DMKയിലേക്ക് തിരിയുന്നത്. അൻവർ പ്രതികരിക്കുന്ന നിലമ്പൂർ മണ്ഡലം തമിഴ്നാടിനോട് ചേർന്നാണ്. ഇതാണ് DMK ബന്ധം ആലോചിക്കാൻ മുഖ്യ കാരണം ആകുന്നത്. വിളിച്ചു ചേർത്ത 2 രാഷ്ട്രീയ പൊതുയോഗങ്ങളിലും ആളുകൾ ഒഴുകിയെത്തിയതാണ് അൻവറിനെ പ്രചോദിപ്പിക്കുന്നത്. 1 ലക്ഷം ആളുകളെ ഇന്നത്തെ യോഗത്തിൽ എത്തിക്കുമെന്നാണ് അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPM അൻവറിൻ്റെ നീക്കങ്ങളെ ഭയപ്പാടോടെയാണ് ഉറ്റുനോക്കുന്നത്.